ചില മഹാന്മാര് പറഞ്ഞല്ലോ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന തന്നെ തഹജ്ജുദ് ഉള്ളതുകൊണ്ടാണ്. കണ്ടോ, ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്താണ് തഹജ്ജുദ് നിസ്കാരം. ലക്ഷക്കണക്കിന് കൂലി കിട്ടും 2 റക്അത്ത് തഹജ്ജുദിന്. ഉമ്മമാരെ, ഈ യൂട്യൂബിലൊക്കെ കേറി കാലം തീർക്കാനുള്ളതല്ലല്ലോ നമ്മളെ ആയുഷ്കാലം, അല്ലേ? അങ്ങനെയാണോ നമുക്ക് അല്ലാഹ് തന്നത്? അല്ല. ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹ എന്ന മഹദി തഹജ്ജുദ് നിസ്കാരത്തിൽ മാത്രം 15 ജുസ് ഖുർആൻ ഓതും. തഹജ്ജുദിൽ മാത്രം 2 ദിവസത്തെ തഹജ്ജുദ് കൊണ്ട് ഒരു ഖത്മ ഓതി തീർക്കും. ആ മഹദി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കത്തിച്ചു വെച്ച വിളക്ക് കെട്ടുപോയാൽ ചുമരൊക്കെ ലൈറ്റ് കത്തിക്കുമെന്ന് റൂഹുൽ ബയാനിൽ കാണാം. തഹജ്ജുദ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ചെറുപ്പക്കാരെ, നമ്മളല്ലേ ശരിക്കും ഈ തഹജ്ജുദൊക്കെ നിസ്കരിക്കേണ്ടത്? പശു ഏറ്റവും കൂടുതൽ പാല് തരുത്ത് അതിന്റെ യൂത്ത് കാലത്താ, വയസ്സായാലല്ല. തെങ്ങുണ്ടല്ലോ, തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരുത്ത് അതിന്റെ യൂത്ത് കാലത്താ, വയസ്സായാലല്ല. നമ്മളെ നാട്ടിലെ പള്ളിയിൽ സുബീക്കുള്ളത് ഫുള്ള് വയസ്സന്മാരാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ മരണപ്പെട്ടാൽ 18ാമത്തെ വയസ്സിൽ മാംഗ്ലൂർ ജംഗ്ഷനോ സെൻട്രലിനോ ഇവിടെ ഉള്ള ആളത്തുനിന്ന് എഴുന്നോ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. 18ാമത്തെ വയസ്സിൽ ആഖിറത്തിലെത്തിയാൽ ഓൻ വായിക്കും. എന്ത്? ഏട് വായിക്കും. തുറക്കടോ, തുറന്ന് ഇഖ്റ കിതാബ് വായിക്കട, കിതാബ് വായിക്കും. വയസ്സ് 18, പേര് ഇന്നതാണ്. 3 കൊല്ലമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ദുനിയാവിൽ ജീവിച്ചത്. 3 കൊല്ലം. ചെറുപ്പത്തിലുള്ളത് വായിക്കേണ്ടതില്ലല്ലോ. 3 കൊല്ലത്തെ കർമ്മങ്ങൾ വായിക്കാൻ നോക്കണേ. ഇപ്പോഴത്തെ ന്യൂ ടീം 2,48,236 വീഡിയോസ്, റീൽസ് യൂട്യൂബ് വഴി കണ്ടു. 1. 2, ഇതല്ലാണ്ട് വേറെന്താ പിള്ളേർക്ക് വായിക്കാനുണ്ടാവുക? എന്താ മക്കളെ നമുക്ക് കിട്ടുന്നത് ജീവിതത്തിൽ? എന്താ കിട്ടുക? ഒരു സ്പോർട്സ് താരം ബൂട്ട് കെട്ടുന്നത്, വേറൊരാൾ ബൂട്ട് അയക്കുന്നത്, ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനുള്ളതാണോ നമ്മുടെ ജീവിതം? ആരുടെങ്കിലും ബൂട്ടിൻ്റെ അടിയിൽ തല പണയം വെക്കാനാണോ അള്ളാഹു തല തന്നത്?